ഹലോ ഗായ്സ്, അപ്പം ടിക്കറ്റ് ഫിനാലയുടെ സെക്കൻഡ് ടാസ്ക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ ഇപ്പോൾ. അപ്പോൾ സെക്കൻഡ് ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ലോട്ടാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ള നമ്പർ അവർക്ക് കിട്ടുന്നത് ഭാഗ്യം അനുസരിച്ച് എടുക്കാം. 1, 2, 3 കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമോൾക്ക്, അനീഷിന്, അതുപോലെ സാബുമാന്. അപ്പോൾ അതനുസരിച്ച് ആദ്യത്തെ റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് 3 പേര് വീതമാണ് ഓരോ റൗണ്ടിൽ, അങ്ങനെ 3 റൗണ്ടാണുള്ളത്. ആദ്യത്തെ റൗണ്ടിൽ 3 റൗണ്ടെന്ന് മീൻസ് ഓരോ 3 നടത്തുന്നത്. അപ്പം ആക്ടിവിറ്റി ഏരിയയിലാണ് 1, 2, 3 ആൾക്കാരെ ആദ്യം വിളിച്ചു. 3 പെഡസിലാണ് ഇരിക്കുന്നത്. ആ പെഡസിൻ്റെ മുകളിലത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിനെ പിടിച്ച് 2 കൈ കൊണ്ട് പിടിച്ചുകൊണ്ട് അതിന് ചുറ്റും അതിനെ പിടിച്ചുകൊണ്ട് കറങ്ങുമ്പോൾ ആ മേളത്തെ സാധനം പിന്നെ ഇളകി വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു പെഡസിൽ ഇരിപ്പുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് ആ മേളത്തെ സാധനം കൊണ്ടുവന്ന് അമർത്തണം. ഫിറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പസിൽസ് കൊടുത്തിട്ടുണ്ട്. ആ പസിൽസ് എടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കണം. ഇതാണ് ടാസ്ക്. അപ്പോൾ ഇത് ബസറടിച്ചപ്പോൾ തന്നെ അനിമോൾ മുകളിൽ പിടിച്ചുകൊണ്ട് ഓടിയപ്പോൾ തന്നെ അത് കറക്റ്റായിട്ട് ഇളകി വീണു. പക്ഷേ ഇവർ രണ്ടുപേരും മല്ലന്മാരെ പോലെ പിടിച്ചതുകൊണ്ട് ഇളകിയും വന്നില്ല. അനീഷേട്ടനാണെങ്കിൽ അതിൻ്റെ ഒരുമിച്ചിരിക്കുന്ന ആ 2 സാധനം കൂടി ഒരുമിച്ചാണ് പുള്ളിക്ക് ഇളകി കിട്ടിയത്. പുള്ളി അതുകൊണ്ട് ഓടിയപ്പോഴത്തേക്ക് അത് ശരിയല്ലാത്തതുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു. ഭയങ്കര സത്യം പറഞ്ഞാൽ ചിരിച്ച് മരിച്ച്. അങ്ങനെ ഇവർ 2 പേർക്കും അത് ഇളക്കാൻ പറ്റിയില്ല. അപ്പോൾ അതൊരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലെ ഇളക്കാൻ പറ്റുന്നില്ല. സാബുമൻ പറഞ്ഞത് സ്റ്റക്കായിപ്പോയി. മറ്റേത് ഒരുമിച്ച് ഇളകി വന്നതുകൊണ്ട് അത് പറ്റൂലല്ലോ, പിന്നെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം ഇവരായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു, അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഇളക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അനീഷേട്ടൻ കണ്ടില്ലേ, ആ മുകളിലത്തെ സാധനം പിടിച്ച് വലിച്ചു നോക്കുക, അതിനൊന്ന് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചിരിക്കാൻ വയ്യ, ചിരിച്ച് ഊപ്പാടുന്നു. മാക്സിമം അതിൻ്റെ മുകളിൽ നിന്ന് അതിനെ ഇളക്കാൻ നോക്കുകയാണ്. പക്ഷേ എന്തോ ഒരു പിരി കയറിയതിൻ്റെ പ്രശ്നമാണോ എന്തോന്ന് അറിയില്ല. എന്തായാലും ഇളകി വന്നില്ല. താഴത്തെയും കൂടി ഒട്ടിച്ചു വെച്ചിരുന്ന സാധനം താഴത്തെ കൂടി ഉള്ളതാണ് ഇളകി വന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടേണ്ട, നിങ്ങളവിടെ വെയിറ്റ് ചെയ്യൂ, പിന്നെ നമ്മൾ നിങ്ങൾക്ക് വീണ്ടും സമയം തരാം എന്ന് പറഞ്ഞു. അങ്ങനെ മാക്സിമം ഇവർ 2 പേരും ശ്രമിച്ചു. നമ്മുടെ സാബുമാനാണെങ്കിൽ പെസൽ കൊടുത്തിട്ട് അങ്ങോട്ട് ഓടി പറഞ്ഞു പെസൽ അവിടെ നിന്ന് എടുക്കാൻ പാടില്ലെന്ന്. കാരണം സാബുമാൻ ഒന്നും ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു രസമുണ്ടായിരുന്നു. ഇതൊരു മൈൻഡ് ഗെയിം പോലെ ഭയങ്കര ഒരു എന്താ പറയുന്നത്, സമാധാനത്തിൽ ആലോചിച്ച് ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് കേട്ടോ. നമ്മൾ സമാധാനത്തിൽ ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ്. ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ സമയം പോകും. ഇത് മാക്സിമം ഏറ്റവും കുറച്ച് സമയം ചെയ്യുന്നവർക്കാണ് പോയിൻ്റ് കൂടുതൽ. അപ്പോൾ നമ്മൾ സമയം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ആ സമയം നോക്കി വേണം നമ്മൾ ഈ ഒരു ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ ഗെയിം നമ്മൾ കോൺസെൻട്രേഷനാണ്. എനിക്ക് തോന്നുന്നു മൈൻഡ് ഗെയിം മീൻസ് കോൺസെൻട്രേഷൻ ആണ്. എന്തായാലും രണ്ടാമത്തെ പ്രാവശ്യം അനിമോൾ അത് കറക്റ്റ് ചെയ്ത് പോയതിന് ശേഷം പിന്നീട് ഇവരെ വിളിച്ചതിന് ശേഷം ഇവർ ചെയ്യുകയാണ്. പക്ഷേ വേഗത്തിൽ തന്നെ കുറച്ചും കൂടി അനീഷിനെയും കൂടി വേഗത്തിൽ സാബുമാൻ അത് ചെയ്ത് മാറ്റി. അനീഷേട്ടനെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നെർവസ് ആണ് തോന്നുന്നു ആൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി താമസിച്ച് പുള്ളി കുറച്ചും കൂടി സമയമെടുത്താണ് അത് ചെയ്തത്. എന്തായാലും പസിൽ കറക്റ്റാക്കി. ടിക്കറ്റ് ടു ഫിനാലയുടെ ആ ഒരു ഫ്രണ്ടിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ആ ഒരു ചെറുക്കൻ്റെ ആ ഒരു ബോയിയുടെ ഫോട്ടോ ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ളതായിരുന്നു. ഇനി ഫിനാലെ തലതിരിച്ചാണോന്ന് എനിക്കറിയത്തില്ല. മറ്റേത് ഞാൻ ആ ഒരു ഇത് കണ്ടില്ല. എന്തായാലും കറക്റ്റായിട്ടെല്ലാം പസിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അനീഷേട്ടൻ.